അസ്സലാമലൈക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നലെ മിനിയാന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല മക്കളെ. എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഓണമല്ലേ, കുറച്ച് അച്ചാറിൻ്റെ കുറച്ച് അധികം ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക്. എന്നിട്ടും എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ ഒരു 10-20 കിലോ നാരങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് ഇപ്പം രാവിലെ കൊടുക്കേണ്ട കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ആക്കാൻ വേണ്ടി ഇപ്പം കീന്ന് ഞാൻ. പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന ഭയങ്കരപ്പെട്ട മഴ നമ്മുടെ നീലേശ്വരം നാട്ടിൽ ആടെല്ലാം മഴയുണ്ടോ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണം. ഞാൻ എന്താക്കിയെന്നെ നിങ്ങളെ കാട്ടിക്കാതെ ഒരു 2-3 പ്രാവശ്യം ഞാൻ അച്ചാറിൻ്റെ കാട്ടിച്ചില്ലപ്പാ. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പ്, പിന്നെ കടു, എല്ലാം ഉണക്കുമുളക് എല്ലാം വറുത്തിടുക. എല്ലാ അരവെല്ലാം നല്ല പാങ്ങല അടിപൊളി അരവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ച നാരങ്ങ ഇടണം. വെളുത്തുള്ളി അച്ചാറെല്ലാം ആക്കി വെച്ച്, പിന്നെ ബീട്രൂട്ട് ഈത്തപ്പഴത്തിന് പറഞ്ഞ് അതും ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വരണിയിലെടുത്തത് ഞാൻ കാട്ടിക്കാം. അപ്പോൾ കുറച്ച് നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉപ്പിലിട്ട് വെച്ചതാണ്. ചെറിയൊരു ബിസിനസ് തുടങ്ങിയോണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പം പിന്നെ ഓണത്തിൻ്റെ കുറേ ഓർഡർ ഉണ്ട്, ഒരുപാട് ഓർഡർ ഉണ്ട്. കുറേ നല്ല ഒരുപാട് ഓർഡർ ഉണ്ട്. വേണം ഇരിക്കാനും നിൽക്കാനും സമയമില്ല നമുക്ക്. അച്ചാറിൻ്റെ ഓർഡർ തന്നെ. പിന്നെന്താ, എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുന്ന 8 മണിയായി ഇവിടെ രാത്രി. ഭക്ഷണമൊക്കെ കഴിച്ച 2 ദിവസം വീഡിയോ ഇടാതെ ഇരിക്കുമ്പോൾ കണക്കതോ പോലെ ഞാൻ പറഞ്ഞാൽ ഇന്ന് അച്ചാറിൻ്റെ വീഡിയോ നമുക്ക് ഇടാം. പിന്നെ കുറേ ഓണത്തിൻ്റെ പരിപാടിക്കെല്ലാം വിളിച്ചിട്ടുണ്ട് തന്നെ. യൂട്യൂബ് തുടങ്ങിയോണ്ട് ഭയങ്കര സന്തോഷത്തിൽ ഓരോരാൾ ഓണത്തിൻ്റെ പരിപാടിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വിളിക്കുന്നുണ്ട്. എല്ലാം പോയ സ്ഥലത്തെല്ലാം ഞാൻ വീഡിയോ എടുക്കും, എല്ലാം ഇടും ഞാൻ. കുറച്ചും കൂടി ആവട്ടെ. അങ്ങനെ നമ്മൾ അച്ചാറ്, നാരങ്ങച്ചാറ് ഇതാ വയന്ന് വെള്ളം ഇടുന്നുണ്ട. നാരങ്ങച്ചാറ് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫോൺ നമ്പർ ഞാൻ അച്ചാറിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കും. കൊറിയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യും. പിന്നെ നാരങ്ങ അച്ചാർ മാത്രമല്ല കേട്ടോ, ചൂരമീൻ അച്ചാറുണ്ട്, ചെമ്മീൻ അച്ചാർ, ബീഫ് അച്ചാർ, പിന്നെ കയ്പ്പക്ക അച്ചാർ, അങ്ങനെ പല വെറൈറ്റി അച്ചാറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ, പിന്നെ പുളിയിഞ്ചി, ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം എന്നെ വിളിച്ച് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. പിന്നെ എൻ്റെ വീഡിയോയിൽ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, ഷെയറാക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം മാത്രം കുപ്പിയിലാക്കിയിട്ട് വെക്കാം. അങ്ങനെ റെഡിയായി നമ്മളെ അച്ചാറ്. ഇങ്ങനെ നമ്മുടെ അച്ചാറെല്ലാം ഇവിടെ റെഡിയായി. ഞാൻ ഭരണിയിലേക്ക് ആക്കുന്നുണ്ട്. കുറച്ചെല്ലാം ഭരണിയിലാക്കി ആക്കി വെച്ചു. അത് ഏതെല്ലാം അച്ചാറെന്ന് ഞാൻ പറയാം. ഇനി മാങ്ങ അച്ചാറാക്കി വെച്ചിട്ടുണ്ട്, അത് വേറെ. ഇത് നാരങ്ങ അച്ചാറാണ്. ബീട്രൂട്ട്, നാരങ്ങ, പിന്നെ ഇത് വെളുത്തുള്ളി അതെല്ലാം ആയി. രാവിലെ ആയി, ഇന്നലെ രാത്രി ആക്കി വെച്ചതാണ്. അച്ചാർ ഏതെല്ലാം ആക്കിയെന്ന് കാണണ്ടേ. ഇതാ, ഇത് ബീട്രൂട്ടും ഈത്തപ്പഴവും അരച്ചത്. ഇത് വെളുത്തുള്ളി അച്ചാർ. ഇത് ഓട്ടയിലേക്കെല്ലാം ആക്കി വെച്ചതാണ്. നാരങ്ങ അച്ചാർ ഓർഡറുണ്ട്, ഓട്ടയിലേക്കെല്ലാം. പിന്നെ മാങ്ങച്ചാറിനെല്ലാം സ്റ്റിക്കർ ഒട്ടിക്കണം, അത്ര എല്ലാം ഒട്ടിക്കാനുണ്ട്. അത്ര നാരങ്ങ ഇപ്പോൾ പോയിരുന്നത്.
ചായ എല്ലാം ആയി കുടിക്കണത്രേ. ഇതിലെല്ലാം സീലടിക്കാനെല്ലാം ഉണ്ട്. നമ്മ പീടികയിലൊക്കെ എല്ലാം വെക്കുമ്പോൾ സീലടിക്കണമല്ലോ. എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ഇടണം, ഷെയറാക്കി കൊടുക്കണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.